നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിലെ ഒരു വനിതാ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയയൊക്കെ കത്തിക്കുന്ന തരത്തിലാണ് ആ വിമർശനം പോകുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ഈ വനിതാ മന്ത്രി തമിഴ്നാട്ടിലെ ഒരു തമിഴ് മീഡിയം സ്കൂളിൽ, ഒരു സർക്കാർ സ്കൂളിൽ സന്ദർശനം നടത്തുകയാണ്. അവിടെ ഒരു ക്ലാസ്സിൽ ചെന്ന് കയറി അവിടുത്തെ ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇവർ ഇംഗ്ലീഷിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫാദർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെൺകുട്ടി ആദ്യം വളരെ ആത്മവിശ്വാസമുള്ളവളായി കാണപ്പെട്ടുവെങ്കിലും തുടർച്ചയായിട്ട് മന്ത്രി ഇങ്ങനെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ആ പെൺകുട്ടിക്ക് ക്രമേണ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. പെൺകുട്ടിക്ക് മറുപടി പറയാനാകാതെ വിഷമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നിട്ട് ക്ലാസ് ടീച്ചറിനോട് ഈ മന്ത്രി ആവശ്യപ്പെടുകയാണ്, ഒരു കോൺവെർസേഷൻ നടത്തൂ ഇംഗ്ലീഷിൽ, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കേൾക്കട്ടെ, നിന്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, നിന്റെ അച്ഛൻ്റെ തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചിട്ട് പോലും അവൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നൊക്കെ ഈ ടീച്ചറിനോടും ചോദിക്കുകയാണ്. ഇതെല്ലാം ഇവർ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിലും തമിഴ്നാട്ടിലെ ആകമാനവും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുമൊക്കെ ഉയരുന്നത്. യഥാർത്ഥത്തിൽ ഈ മന്ത്രി ചെയ്തത് വലിയൊരു തെറ്റല്ലേ? എന്നേക്കുമായിട്ട് ആ പെൺകുട്ടിയോട് ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരു തമിഴ് മീഡിയം സ്കൂളിലാണ്, അല്ലെങ്കിൽ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം ഇംഗ്ലീഷ് വശത്താക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഈ പ്രവൃത്തിയായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആ കുട്ടിയുടെ മുഖം പോലും ഒന്ന് ബ്ലർ ചെയ്യാതെ അങ്ങ് ഇടുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു കുട്ടി എത്രത്തോളം ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ അവളുടെ സ്മാർട്ട്നെസ്, അല്ലെങ്കിൽ അവളുടെ മൂല്യങ്ങൾ, അല്ലെങ്കിൽ അവൾ നേടിയെടുത്ത മൂല്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നത്? നമ്മുടെ നാട്ടിലേക്ക് സ്കൂളുകളിലുമുണ്ട്. മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ ആണെങ്കിലും, അതല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്ന ഒരു ഏർപ്പാട് വരെയുണ്ട്. ഈ ആദ്യം ഒന്ന് ചിന്തിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നല്ല തന്നെയാണ്, ഇംഗ്ലീഷ് പഠിക്കുകയും വേണം. അതൊരു പ്രാപഞ്ചികമായ ലാംഗ്വേജ് ആണ്. നമ്മൾ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അതൊക്കെ ശരി തന്നെയാണ്. കൊച്ചുകുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അങ്ങനെ ഒരു ഭാഷ സ്വായത്തമാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനോടൊപ്പം തന്നെ മാതൃഭാഷയേക്കാൾ എന്തോ മികച്ചതാണ്, എന്തോ മൂല്യമുള്ളതാണ് ഈ ഇംഗ്ലീഷ് ഭാഷ എന്ന തോന്നൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. മാതൃഭാഷ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ലോക്കലായിട്ട് കാണുകയും എന്തോ കുറഞ്ഞതായിട്ട് കാണുകയും, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനെ എന്തോ കൂടിയതായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയായിട്ടാണ് കുട്ടികൾ ഇതിനെ കാണുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, മലയാളമാണ് നമ്മുടെ മാതൃഭാഷ, നമ്മുടെ അമ്മ മലയാളം തന്നെയാണ്, മലയാളം നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം, ഉച്ചരിക്കാനും അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ട് അത് നേടിയെടുത്തിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളിലേക്ക് ഈ ഒരു ആശയം അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ. അതായത് ഇംഗ്ലീഷ് സംസാരിച്ചേ മതിയാകൂ, ഇംഗ്ലീഷ് കമ്പൽസറി ആണ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുകൂടി വ്യക്തമാക്കാൻ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുട്ടികളിലേക്ക് നിങ്ങൾ കയറ്റി വിടുന്ന ഒരാശയം ഇതാണ്, മാതൃഭാഷ എന്തോ കുറഞ്ഞതാണ്, അതാരും സംസാരിച്ചുകൂടാ, ഇംഗ്ലീഷേ സംസാരിക്കാൻ പാടുള്ളൂ, ഇംഗ്ലീഷിനാണ് വിലയുള്ളത് എന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൾച്ചറിൻ്റെ കാര്യത്തിലും, അല്ലേ? നമ്മുടെ നാട്ടിലെ സംസ്കാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് സംസ്കാരത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തെയൊക്കെ നമ്മൾ കൂടുതൽ കണക്കിലെടുക്കുമ്പോൾ അതെന്തോ മികച്ചതാണ്, ഇതെന്തോ മോശമാണ് എന്ന ചിന്ത കുട്ടികളിൽ വരും. ഇപ്പോൾ കൈകൊണ്ട് ആഹാരം വാരി കഴിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ്, നമ്മുടെ കൾച്ചറാണ്. പുറത്തെ വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ അവർ സ്പൂണോ ഫോർക്കോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ കഴിക്കും. അപ്പോൾ അതുപയോഗിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്നൊക്കെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വരും. എന്താണ്, നമ്മൾ വീട്ടിൽ നമ്മൾ കൈകൊണ്ടല്ലേ ആഹാരം വാരി കഴിക്കുന്നത്, നമ്മുടെ സംസ്കാരം അതല്ലേ, നമ്മൾ ശീലിച്ചത് അതല്ലേ, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊരു കൺഫ്യൂഷൻ കുട്ടികളിൽ വരും. ഈ മന്ത്രി ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് മകളെ നിൻ്റെ അച്ഛൻ്റെ ഒക്യുപ്പേഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. കുട്ടിക്ക് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷിൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത് ചെന്ന് നിന്ന് അതിൻ്റെ തോളിലൊരു തട്ടൊക്കെ കൊടുത്തിട്ട് തമിഴിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചോദിക്കണമായിരുന്നു, നിൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ജോലി എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചത്, നീ പറയാൻ ശ്രമിക്കൂ എന്നൊക്കെ പറയാമായിരുന്നു. അതിനു പകരം എന്തോ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ, ഏതോ ഒരു പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാണ് കുട്ടിയോട് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. അതും അധ്യാപകരെയും ഈ മന്ത്രി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു അധികാരം അവരവിടെ പ്രകടമാക്കുകയായിരുന്നു. പക്ഷേ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി രംഗത്ത് വന്നത് നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് അവസ്ഥ
ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കിയത്, അങ്ങനെ അവിടെ ചെന്ന് സന്ദർശിച്ചത് നമ്മുടെ സ്കൂളുകളിലെ കണ്ടീഷൻ ഇതാണ് എന്ന് നാട്ടുകാരെ അറിയിക്കാനാണ് എന്നാണ്. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത മാർഗം അങ്ങേയറ്റം മോശമായി പോയി. ഇത് ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ നിന്റെ അംബീഷൻ എന്താണ്, നിനക്ക് ആരാകണം, നിന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്, ഫേവറേറ്റ് ടീച്ചർ ഏതാണ്, ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സൺ ഏതാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ കുട്ടിയോട് ചോദിക്കാമായിരുന്നിട്ടും അതൊന്നും ചോദിക്കാതെ കുട്ടിയുടെ അച്ഛൻ്റെ ജോലിയാണ് ആദ്യം തന്നെ ഈ മന്ത്രി ചോദിച്ചുകൊണ്ടിരുന്നത്. കുട്ടി ഏറ്റവും അവസാനം പറയുന്നുണ്ട് കൂലിയെന്ന്. അത് പറയുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലായക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അവളിലൊരു അപമാന ഭാരമൊക്കെ നമ്മൾക്ക് കാണാൻ സാധിച്ചു. ചിലപ്പോൾ മനസ്സിലായിട്ടും കുട്ടി മനഃപൂർവ്വം പറയാതിരുന്നതായിരിക്കാം, അച്ഛൻ്റെ തൊഴിൽ പറയാനുള്ള മടി കൊണ്ട് പറയാതിരുന്നതായിരിക്കാം. എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് അത് പറയുന്നതിലുള്ള ബുദ്ധിമുട്ട് അവൾ വിചാരിച്ച് കാണും. എന്തൊക്കെയാണ് ആ കൗമാരക്കാരിയുടെ മനസ്സിൽ നടന്നതും എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അവളുടെ വികാരങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംസാരിക്കാൻ ആ മന്ത്രിയും ശ്രമിക്കണമായിരുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിലും സ്കൂളുകളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് ഇത് തന്നെയാണ്. മാതൃഭാഷയെ കുറച്ച് കണ്ടുകൊണ്ട് ഇംഗ്ലീഷിന് പിന്നാലെ പായുന്ന അധ്യാപകരെയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്തുകൂടാ. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ മലയാളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. മലയാളം കൃത്യമായിട്ട് എഴുതുന്ന എത്ര പേരുണ്ട്? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പോലും കൃത്യമായിട്ട് കുട്ടികൾ എഴുതുന്നില്ല. ചില്ലക്ഷരങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ചില്ല് പൊട്ടിയതുപോലെ ഇരിക്കും. എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ കൂട്ടക്ഷരങ്ങൾ എന്തൊക്കെയാണ്, കൃത്യമായിട്ട് അത് എഴുതുന്നത് എങ്ങനെയാണ്, നല്ല വടിവത്ത അക്ഷരത്തിൽ അത് എഴുതുന്നത് എങ്ങനെയാണ്, അതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണം അല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താനെന്നാണ്. മറ്റുള്ള ഭാഷകൾക്കൊക്കെ പുറകെ പോകുന്നതിന് മുമ്പ് മാതൃഭാഷയ്ക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുക. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ തെലുങ്ക്, കേരളത്തിലാണെങ്കിൽ നമ്മുടെ മലയാളം, നമ്മുടെ അമ്മ മലയാളം, അതിന് പ്രാധാന്യം കൊടുത്തിട്ട് മതി മറ്റെന്തും. വേറെ കുറേ പേർക്ക്, വേറെ കുറേ രക്ഷകർത്താക്കൾക്ക് കൊച്ചിന് മലയാളം അറിയില്ല എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് പോലെയാണ്. എൻ്റെ മോനും അല്ലെ എൻ്റെ മോൾക്കും മലയാളം അറിയില്ല കേട്ടോ, ബാക്കി സബ്ജക്റ്റ് എല്ലാം കൊള്ളാം, പക്ഷെ മലയാളം തീരെ വശമില്ല, എന്ത് ചെയ്യാനാ, പിന്നെ മലയാളം അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും. ഇവിടെ ഭരണഭാഷ മലയാളം ആണെങ്കിലും അതിന് വേണ്ട ഒരു പ്രാധാന്യം, വേണ്ട ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മലയാളം പത്രവായനയൊക്കെ സ്കൂൾ അസംബ്ലിയിൽ സ്ഥിരമായിട്ട് നടത്തിയിരുന്നു. വായിക്കാൻ എത്ര പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടിയാണെങ്കിലും മാതൃഭാഷ എഴുതാനും വായിക്കാനും അവർ തീർച്ചയായും അറിഞ്ഞിരുന്നു. അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. സ്കൂളുകളിലാണെങ്കിലും വലിയൊരു മുൻതൂക്കം മാതൃഭാഷയ്ക്ക് കൊടുക്കുന്നില്ല. എല്ലാവരും നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് അല്ലെങ്കിൽ മലയാള ഭാഷാ ദിനത്തിൻ്റെ അന്ന്, വായനാ ദിനത്തിനോടനുബന്ധിച്ചൊക്കെ മലയാളത്തിനെ എന്തിനെങ്കിലുമൊക്കെ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും നമ്മുടെ ദിനചര്യയ്ക്കൊപ്പം നമ്മുടെ മലയാളവും ഉണ്ടായിരിക്കണം. മലയാളത്തിൽ ആശയവിനിമയം നടത്തുന്നത് ഒരു മോശം കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇംഗ്ലീഷ് നമ്മൾ സ്വായത്തമാക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. പക്ഷേ മലയാളം നമ്മുടെ രക്തം തന്നെയാണ്, നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എംപിമാരോ മന്ത്രിമാരോ ഒക്കെ ഇംഗ്ലീഷ് തെറ്റിക്കുമ്പോൾ അവരെ കളിയാക്കുന്നത്, അവരെ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ മലയാളം ഉപയോഗിക്കാൻ തയ്യാറാകണം. മലയാളം ഉപയോഗിക്കുന്നത് എന്തോ കുറച്ചിലാണ് എന്ന ചിന്ത അവർ മാറ്റണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ അവരെ വിമർശിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം ഇംഗ്ലീഷിൽ. കാരണം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, നമ്മുടെ മാതൃഭാഷ ഇംഗ്ലീഷുമല്ല. അതുകൊണ്ട് അതിൽ തെറ്റ് വരുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ മലയാളത്തിൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല? അവരൊക്കെ മാതൃക കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദി എവിടെ സന്ദർശനം നടത്തിയാലും അവിടെയൊക്കെ ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല അതിനർത്ഥം. അത്യാവശ്യം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം. പക്ഷേ മാതൃഭാഷയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം എവിടെ ചെന്നാലും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം, നമുക്കൊരു അഭിമാനമായിരിക്കണം നമ്മുടെ മാതൃഭാഷ. മലയാളമൊക്കെ എന്ത് പാടാണെന്നറിയാമോ, ഒന്ന് എഴുതി എടുത്ത് പഠിക്കാനും അല്ലെങ്കിൽ അതൊന്ന് സംസാരിക്കാൻ പഠിക്കാനും ഒക്കെ വളരെ പ്രയാസമാണ്. വളരെ കൂടിയ ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ളത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നടന്ന ഈ സംഭവത്തെ അങ്ങേയറ്റം അപലപിക്കുന്നു. ആ മന്ത്രി കാണിച്ചത് അങ്ങേയറ്റം വിവരദോഷമാണ്. ആ കുട്ടിയോട് കാണിച്ച അബദ്ധമാണ്. കുട്ടികൾക്ക് ആകമാനം കൊടുത്ത മോശമായിട്ടുള്ള ഒരു മാതൃകയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മോശം മാതൃകയാണ് ആ മന്ത്രി കാണിച്ചത്. ഈ മിന്നൽ പരിശോധനയൊക്കെ ആശുപത്രികളിലും സർക്കാർ ഓഫീസുകളിലും ഒക്കെ നടത്തുന്നത് പോലെ സ്കൂളുകളിലും നടത്തുന്നതിൽ വിഷയമില്ല. പക്ഷേ കുട്ടികൾക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് ആദ്യം നോക്കണം. കുട്ടികൾക്ക് പഠനത്തിനുള്ള സാഹചര്യമുണ്ടോ, അവിടുത്തെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കണം. ചില സർക്കാർ സ്കൂളുകളിലൊക്കെ ഉത്തരേന്ത്യയിൽ ചെന്ന് അധ്യാപകരോട് ബോർഡിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറയുമ്പോൾ അവരെഴുതും മുഴുവൻ അക്ഷരത്തെറ്റായിരിക്കും.
കണക്ക് ചെയ്യുന്നത് മുഴുവൻ തെറ്റായിരിക്കും. അധ്യാപകർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞ് പാവപ്പെട്ട കുട്ടികളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. മാതൃഭാഷയെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഒരിക്കലും അതൊരു കുറച്ചിലല്ല, നമ്മുടെ അഭിമാനമാണത്.